ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു റെഡിമെയ്ഡ് ചുരിദാറാണ്. ഇത് ഇട്ട് കാണുമ്പോൾ എന്താ ഇവിടെ ഇത്രയും ഭാഗം നല്ല ചുളിവാണ് കാണുന്നത്. അപ്പോൾ അത് എന്തിൻ്റെ പ്രശ്നമെന്ന് നമുക്കറിയാം. ഇപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് അക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എൽ ഷേപ്പിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾ ബ്ലൗസ് ആയാലും ചുരിദാറായാലും എടുക്കുമ്പോൾ ഒരു എൽ ഷേപ്പ് വരുന്നുണ്ട്. അത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇതിപ്പോൾ റെഡിമെയ്ഡ് ആയാലും നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന വേറൊരു കാര്യം കൂടിയാണ് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഈ ഭാഗത്ത് നല്ലതായിട്ട് വണ്ണം വേണം ടോപ്പിന്. എന്നാൽ ഇവിടെ നമുക്ക് നല്ല ഷേപ്പുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ച് കുറയ്ക്കണ്ടേ. അങ്ങനെ കുറയ്ക്കുമ്പം നമുക്ക് ഇവിടെ കുറഞ്ഞു പോകും. നമ്മൾ ഇവിടുന്നേ അല്ലേ നമുക്ക് ചെയ്തു വരാൻ പറ്റും. അപ്പോൾ ചെറിയ രീതിയിൽ ഇവിടെ കുറയും. അപ്പോൾ നമുക്ക് ഇവിടെ കുറയാതെ നമുക്ക് ഇവിടെ പതിഞ്ഞു പോവാതെ നല്ല ഒരു ലൂസ് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് ഈ രണ്ട് കൈയും ഇങ്ങ് ഇളക്കിയെടുക്കാം. ഇത് റെഡിമെയ്ഡ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ലോങ് സ്റ്റിച്ചാണ്. നമുക്കിത് കൈ ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ രണ്ട് കൈയും ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇവിടുത്തെ ചുളുക്ക് മാത്രം മാറ്റിയാൽ മതിയെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇത് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ ഈ ഭാഗത്ത് ടൈറ്റ് ആവാതിരിക്കാനുള്ള അതും കൂടെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കണ്ടേ. അപ്പം നമുക്കിത് ഈ ഷോൾഡറിൻ്റെ തയ്യലും കൂടെ കുറച്ചൊന്ന് ഇളക്കണം. ഇതുപോലെ രണ്ട് വശവും ഷോൾഡർ കുറച്ച് തയ്യൽ ഇളക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഇളക്കിയിട്ടില്ല. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച്. ഇപ്പം നമുക്ക് 2 ഇഞ്ച് കൊടുക്കാം. അതേപോലെ ഇവിടെ ഇങ്ങോട്ട് 2 ഇഞ്ച്. ഒരു 4.5 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യാം. 4.5 അല്ലെങ്കിൽ 5 ഇഞ്ച്. ഇത് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാനാണ്. ഇപ്പം നമുക്കിത് കൊടുക്കാം. 4.5 എന്നുള്ളത് 5.5 ആയാലും കുഴപ്പമില്ല. ഇത് തെന്നി മാറാതിരിക്കാൻ മാത്രമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. കഴുത്തിൻ്റെ അളവിൽ നിന്ന് ഇങ്ങോട്ടൊരു 2 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈനിങ്ങും ടോപ്പിൻ്റെ ഫ്രണ്ട് പീസും കൂടെ ചേർത്ത്, ബാക്കിലൊന്നും സ്റ്റിച്ചില്ല, ഫ്രണ്ട് പീസും കൂടെ മാത്രം ചേർത്തൊരു സ്റ്റിച്ച് കൊടുത്ത് ഇത് രണ്ടും കൂടെ തെന്നി പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമുക്കിതാ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സാധാരണ ഒരു നമ്മൾ ഡാർട്ട് ടക്ക് അതൊക്കെ ഇങ്ങനെ കൊടുക്കില്ലേ, ബ്ലൗസിൻ്റെ ബാക്കിലും ഒക്കെ കൊടുക്കുന്നത്. അത് അറിഞ്ഞുകൂടെങ്കിൽ ഇതാ ഇങ്ങനെ നമ്മൾ അടിച്ച ആ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1/4 ഇഞ്ചും 1 പോയിൻറ്റും അത്ര തുമ്പിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തച്ച് വരണം. 1/4 ഇഞ്ച് 1 പോയിൻറ്റ്, ഒരു 1/2 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. 1/4 ഇഞ്ച് 1 പോയിൻറ്റും ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിലോട്ട് ചരിച്ച് തയ്ക്കണം. ഇതുപോലെ ഇപ്പുറത്തെ വശത്ത് ഞാൻ തച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ കാണിച്ച സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇത് കണ്ട ഇതുപോലെ 7.5 ഇഞ്ച് നീളത്തിൽ വരെയാണ് തച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തും അതുപോലെ ചെയ്യാം.
ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇപ്പോൾ ഫ്രണ്ടും ബാക്കിൻ്റെ ഷോൾഡർ രണ്ടളവായി പോകത്തില്ലേ? അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് എന്തായാലും കറക്റ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് ടോപ്പ് ഇട്ടപ്പോൾ നമ്മൾ കണ്ടല്ലേ ഇത്രയും ഭാഗം പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും നമുക്ക് ഷോൾഡറും ആം ഹോളും കറക്റ്റ് ചെയ്യണം. ആം ഹോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൗസിൻ്റെ ആയാലും ചുരിദാറിൻ്റെ ആയാലും കൈ വെച്ച് തയ്ക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ആം ഹോൾ എന്ന് പറയുന്നത്. പുതിയതായിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണുന്ന ചിലർക്ക് അറിയാൻ വയ്യാതിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും കറക്റ്റ് ചെയ്യണം. ഇനി ഇപ്പുറത്തും കൂടെ തയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംശയം ഉണ്ടായിരിക്കും, ഇപ്പോൾ അകവശത്ത് അതായത് നല്ല വശത്ത് ഇതെങ്ങനെ നിൽക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. കണ്ടില്ലേ നല്ല വശം. ഇവിടെ ഒരു ചുളുക്ക ഒന്നുമില്ല. ഇപ്പം നമ്മൾ എന്താണ് ചെയ്തത്, ഇവിടുത്തെ ഷോൾഡറിൽ നിന്ന് വണ്ണം എവിടെ കൊണ്ടുവന്ന് നമുക്ക് ടോപ്പിന് ഏറ്റവും കൂടുതൽ വണ്ണം കിട്ടേണ്ട ഭാഗം എവിടെയാണോ അവിടെയാണ് കൊണ്ടുവന്നത്. ഇപ്പം ഇതുപോലെ നമുക്ക് ഇതിപ്പോൾ ഒരെണ്ണമേ കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ രണ്ടെണ്ണോ മൂന്നെണ്ണോ നമുക്ക് ആവശ്യാനുസരണം കൊടുക്കാം. ഒരെണ്ണം കൊടുക്കുമ്പം തന്നെ കുറച്ചുകൂടി ലൂസ് കിട്ടും, രണ്ട് മൂന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇതേ കാര്യം നമുക്ക് നമ്മൾ ടോപ്പ് വെട്ടിത്തച്ച് കൊടുക്കുമ്പോഴും ഷോൾഡർ അധികം കൊടുത്തതിന് ശേഷം ഇതുപോലെ ടക്ക് കൊടുത്ത് ഇവിടുന്ന് വണ്ണം നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് സൈസ് കൂടുതലുള്ളവർക്ക് കൊണ്ടുവരാൻ പറ്റും. നല്ലൊരു ടിപ്പാണിത്. ഈ വശത്തും കൂടെ തയ്ക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ കറക്റ്റ് ചെയ്യാം. ഇത് രണ്ട് വശത്തും ടക്ക് കൊടുത്തിട്ടുണ്ട്. ടക്കെന്നും ഡാർട്ടെന്നും ഒക്കെ പറയാം. അതുപോലെ ഇതാ ഇപ്പുറത്തൊന്നും ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷോൾഡറിൽ അധികം ഉള്ളത് നമ്മൾ വണ്ണത്തിനായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കിയിട്ടതിന് ശേഷം ഈ ഷോൾഡർ കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഷോൾഡറും ആം ഹോളും വരച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ കണക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഇതിൽ എത്ര കഴുത്തകലവും ഷോൾഡറും ഒക്കെ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? തച്ച് കഴിഞ്ഞതല്ലേ. അപ്പോൾ ഇതാ ഒരു ലെവലായിട്ടുള്ള എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കൊടുത്താൽ മതി. നോട്ട്ബുക്കൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടല്ലേ, അതെടുത്തതാ നമുക്ക് ഇങ്ങനെ കൊടുക്കാമല്ലേ. നമ്മളെ ഷോൾഡറിൻ്റെ ലെവൽ ഒരു ബുക്കോ എന്തെങ്കിലും വെക്കണം. നമ്മൾ ഈ ലെവൽ ഈ ലെങ്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു നോട്ട്ബുക്കും വെക്കണം. ഇപ്പം നമുക്ക് കഴുത്തകലോ കഴുത്തിറക്കമോ ഒക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിവിടെ കഴുത്തകലത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഷോൾഡറാണ് കറക്റ്റ് ചെയ്യാനുള്ളത്. ഇതിലാകെ ചെയ്തിരിക്കുന്ന മാറ്റം ഈ ഷോൾഡർ ഇവിടം വരെയാണ് ഉള്ളത്. അതിൽ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്ത് മൊത്തം ഉള്ളതിൽ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് താഴ്ത്തി ചരിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ. അവിടെ അത് വേണം, എന്നാൽ മാത്രമേ ഇവിടുത്തെ നമ്മുടെ ഈ ഒരു പ്രശ്നം ഒഴിവാവുള്ളൂ. പിന്നെ അതുപോലെ ഈ ടോപ്പിൽ എത്രയാണോ ആം ഹോൾ എടുത്തിരിക്കുന്നത് അവിടെ വരെ മാത്രം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈൻ നേരെ താഴേക്ക് വരച്ച് എവിടെ വരെയാണ് ഇതിൽ മുമ്പ് ഉണ്ടായിരുന്ന ആം ഹോളിൻ്റെ അതേ ലെവൽ വരെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.25 മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തു. ഇത്രയാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഈ ചരിച്ച് വരച്ചിരിക്കുന്നത് ഇതാ ഇത്രയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നിന്ന് നമ്മളൊരു റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ കഴുത്തകലം, ഷോൾഡർ, കഴുത്തിറക്കം ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടി സിമ്പിളായിട്ട് മനസ്സിലായില്ലേ. ഇതാ ഇങ്ങനെ നേരെ വെച്ചാൽ മതി. കഴുത്തിറക്കം, കഴുത്തകലം, ഷോൾഡർ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഒരു 10 ഇഞ്ച് എടുക്കാം നമുക്കിവിടെ. ഡിസൈനുള്ള തുണി ആയതുകൊണ്ട് മാർക്കിങ് കാണാൻ പറ്റത്തില്ല. ഇതിലിപ്പോൾ ഞാൻ ആകെ ചെയ്തത് ഈ സ്ലീവിൽ ഉണ്ടായിരുന്ന ഈ ഷേപ്പിൻ്റെ ഈ പോയിന്റിൽ നിന്ന് സ്ലീവ് ലെങ്ത് വരെ സ്കെയിൽ വെച്ച് നേരെ വരച്ച്, അതിനുശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്ത് കൂടി ഇങ്ങനൊരു ഷേപ്പ് വരച്ച്. ഇത്രയാണ് ഇതിലാകെ ചെയ്തത്. ഇനി അധികമായിട്ട് വെട്ടിക്കളയേണ്ടിയിരുന്നത് ഞാൻ വെട്ടിക്കളയാൻ പോവാം. കറക്റ്റ് 10 ആണ് ഇവിടെ ഉള്ളത്.
ഇവിടെ ഇപ്പോൾ ഫ്രണ്ട് ലൈനിങ്ങും മെയിൻ പീസും മാത്രം എടുത്താണ് കട്ട് ചെയ്യുന്നത്. കയ്യിൽ നമുക്കിതുപോലെ ഒന്ന് പിടിച്ചു കിട്ടണം, ഫ്രണ്ടിൽ വരുന്ന ഭാഗത്ത്. നിങ്ങൾക്ക് ഇങ്ങനെ വച്ച് നോക്കാം, വലതുവശം ഇടതുവശം മാറിപ്പോവാതിരിക്കാനേ. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുന്നു, കൈ വെച്ച് തയ്ക്കുന്നു, സാധാരണ പോലെയല്ല. നന്നായിട്ടില്ലേ? ഷോൾഡറിൽ നിന്ന് 7.5 എന്നുള്ളത് നമുക്ക് 8.5 വരെ എടുക്കാം. എന്തായാലും ആം ഹോൾ ലെവലിൽ നിന്ന് താഴെ നിൽക്കണം. റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ചുരിദാർ നമുക്ക് അതേ ചുളിവോട് കൂടി ഇടണമെന്ന് ഒരു നിർബന്ധവുമില്ല, ഇതുപോലെ നീറ്റായിട്ട് ഇടാം. ഫോട്ടോയിൽ ഷോൾഡറും കൂടി നോക്കണം, അത്രത്തോളം ഷോൾഡർ ഇറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് കുറയ്ക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ തയ്ക്കുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആവട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.